വെൽക്കം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മുട്ടക്കറിയാണ്. അതായത് മുട്ടയുടെ കരുവരിവിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇടുന്നു. ഇഞ്ചി വെളുത്തുള്ളി പച്ചമണം മാറുമ്പം നമുക്ക് സവാള ഇട്ട് വഴറ്റാം. അതിനുശേഷം നന്നായി അടച്ചു വെച്ച് ഒന്ന് സവാള വഴന്ന് വന്ന ശേഷം ഉപ്പ് ചേർക്കാം. പിന്നെ മല്ലി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തിട്ട് കുറച്ച് നന്നായിട്ട് ഉള്ളി വഴന്ന് വന്ന ശേഷം ഗ്രേവി പോലെയാകുമ്പം മുട്ട ഇതിലേക്ക് തന്നെ പൊട്ടിച്ച് ഒഴിക്കുന്ന ഒരു രീതിയാണ് ഈ ചെയ്യുന്നത്. ഒഴിഞ്ഞ മുട്ടയല്ല, പൊരിച്ച മുട്ടയല്ല. സവാള വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു ചെറിയ തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഇളക്കി യോജിപ്പിച്ച് തക്കാളി അടിയിൽ വെച്ചാൽ നന്നായിട്ട് വഴന്നു വരും. അതിനുശേഷം ഒന്ന് അടച്ച് വെച്ചിട്ട് അടച്ച് വയ്ക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലി, മുളക് വറുത്ത് പൊടിച്ചതും ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നവരെ അടച്ച് വയ്ക്കാം. ഇതിലേക്ക് കുറച്ച് പെരുംജീരക പൊടിയാണ് ഇടുന്നത്. ഗരം മസാല അങ്ങനത്തെ മസാലപ്പൊടികളെല്ലാം ചേർത്തതല്ല, പെരുംജീരകം പൊടിച്ചു വെച്ചതാണ്. അതോടിട്ട് ഇളക്കി യോജിപ്പിക്കാം. ശേഷം നമുക്ക് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മുട്ട പൊട്ടിച്ച് നേരെ ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം. നേരത്തെ കുറച്ചായിരുന്നു ഇട്ടത്. ഇത് തിളക്കട്ടെ. നല്ലതുപോലെ തിളയ്ക്കുന്നുണ്ട്. മുട്ട പൊട്ടിച്ച് എടുത്തു, ഒഴിച്ച് കൊടുക്കാം. ഒരെണ്ണം കൂടെ ഉണ്ട്, അടുത്തത് ഒഴിച്ച് കൊടുക്കാം. പെട്ടെന്ന് മുട്ടക്കറി ഉണ്ടാക്കാനുള്ള എളുപ്പമാണത്. മുട്ട പുഴുങ്ങണ്ട, മുട്ട ഓംലെറ്റ് ആക്കിയിട്ടിടണ്ട, അപ്പോൾ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതല്ലേ. അടച്ച് വെച്ചാൽ നന്നായിട്ടത് ഇതിനകത്ത് തന്നെ ഓംലെറ്റ് പോലെ ആയിട്ട് വരും. എങ്ങനെ നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ കിടന്ന് മുട്ടയുടെ മഞ്ഞ വേർതിരിച്ച് കഴിക്കാൻ പറ്റാത്തവർക്ക് വേർതിരിച്ച് വെക്കാം. മുട്ടയുടെ മഞ്ഞ ഇതാ, മറ്റതെല്ലാം ഇതിൽ മിക്സായി ചപ്പാത്തിക്ക് നല്ലൊരു കറിയായല്ലോ. വളരെ വെള്ളം കുറച്ച് വളരെ നല്ല സ്വാദാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ കേട്ടോ. അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കാറുണ്ടാവും, പലരും ഉണ്ടാക്കിയിട്ടുണ്ടാകാം. ഞാൻ നേരത്തേക്ക് ഇതുപോലെയായിരുന്നു മുട്ടക്കറി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഗ്രേവി ഇല്ലാത്ത നല്ല മുട്ട ചിക്കി പൊരിച്ച് ഉണ്ടാക്കിയ കറി പോലെ ആയല്ലോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ. എല്ലാവരും ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം. മെയിനായിട്ട് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ബൈ. Thank you for watching.